ടെലിവിഷന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു. നിശ്ചയമായും ഇന്ന് നിങ്ങൾ ഇരിക്കുന്നിടത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. പ്രതീക്ഷയോടെ കർത്താവിന്റെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. റോമാലേഖനം 15-ാം അധ്യായം 13-ാം വാക്യം. റോമൻ ചാപ്റ്റർ 15 വേഴ്സ് 13. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. 3-4 കാര്യങ്ങൾ ഈ വാക്യത്തിൽ നിന്ന് സവിസ്തരം ഇന്ന് പകൽ ശുശ്രൂഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, പ്രത്യാശ നൽകുന്ന ദൈവം. 2, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന കർത്താവ്. 3, വിശ്വസിക്കുന്നതിൽ ഉള്ള സന്തോഷം പകരുന്ന കർത്താവ്. 4, സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം. ഇവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ ദൈവം പ്രത്യാശ തരുന്ന കർത്താവാണ്. പ്രൈസ് ഗോഡ്. അടുത്തിരിക്കുക കൈ കൊടുത്ത് പറയാം, പ്രത്യാശ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എന്താ നമ്മുടെ പ്രത്യാശ? രോഗി പ്രത്യാശിക്കണം, രോഗത്തിൽ ഞാൻ പുറത്തു വരും. കടമുള്ളവൻ പ്രത്യാശിക്കണം, കടത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും. ശാപമുള്ളവർ വിശ്വസിക്കണം, ശാപത്തിൽ നിന്ന് ഞാൻ പുറത്തു വരും. ആമേൻ. നിന്റെ പ്രത്യാശ നിനക്കൊരു വിടുതൽ നടക്കുമെന്നാകട്ടെ. നിന്റെ പ്രത്യാശ നിന്റെ യേശുവിലാകട്ടെ. അവിടെ നീ പരാജയപ്പെടത്തില്ല, അവിടെ നിനക്ക് കർത്താവ് ജയം തന്നുകൊണ്ടിരിക്കും. വായിക്കാം വേഗത്തിൽ. ജെറമ്യ ചാപ്റ്റർ 29 വേഴ്സ് 11, 12, 13. വേഗത്തിൽ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. വചനം പറയുന്ന ശ്രദ്ധിച്ചു കേട്ടെ. 29-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഒരിക്കൽ കൂടെ ശ്രദ്ധിച്ചേ. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട് ഒരു ശുഭഭാവി ഉണ്ടാകുമെന്ന്? പ്രൈസ് ഗോഡ്. ഇന്നും നിന്റെ ലൈഫ് 0-യിൽ കിടക്കട്ടെ, പക്ഷെ ദൈവം പറയുന്നു നിനക്കൊരു ശുഭഭാവി ഉണ്ട്. അത് കർത്താവിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാ. അതിനെ എടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ബ്രദർ, 1-2 പരാജയം നിനക്ക് വന്നു, 1-2 കടം നിനക്ക് വന്നു, 1-2 തകർച്ച നിനക്ക് വന്നു. അത് ഞാൻ അംഗീകരിക്കുന്നു, ഈ പുസ്തകം അംഗീകരിക്കുന്നു. പക്ഷെ പ്രശ്നം, എന്നും നീ അങ്ങനെയല്ല. നിനക്കൊരു ശുഭഭാവി എന്റെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ബ്രദർ, നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാണാൻ പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നീ ചിരിച്ചോണ്ടിരിക്കുന്ന കാണാൻ കർത്താവിന് ഭയങ്കര ഇഷ്ടമാ. നിങ്ങൾ ഓർത്തെ, വരാൻ പോകുന്ന ഭാവി ഓർത്തു നീ ഇന്ന് പുഞ്ചിരി തൂകിക്കേ. ബൈബിൾ പറയുന്നു, ദൈവം പറയുന്ന വചനം ശ്രദ്ധിച്ചേ. ആമേൻ. നിനക്കൊരു ശുഭഭാവി എന്റെ ദൈവം വെച്ചിട്ടുണ്ട്. പക്ഷെ പ്രശ്നം, നീ പ്രത്യാശിക്കണം ആ ശുഭഭാവിക്ക് വേണ്ടി. പ്രൈസ് ഗോഡ്. ഇതെല്ലാം മാറും, ഈ അവസ്ഥയെല്ലാം മാറും. ഈ കാർമേഘത്തെ ഈ കാറ്റ് കൊണ്ടുപോകും. അങ്ങനെ നീ വിശ്വസിക്കണം. ഈ ആരാധനയുടെ നടുവിൽ ദൈവത്തിന്റെ കാറ്റ് ഈ അന്തരീക്ഷത്തെ കൊണ്ടുപോകും. നല്ല ഇടവപ്പാതി മഴയുള്ള സമയത്ത് 4 മണി സമയമാകുമ്പോ ഉച്ചയ്ക്ക് ഒരു 3 മണി കഴിയുമ്പോഴേ ആകാശം ഉരുണ്ടുകൂടും എന്ന് പറഞ്ഞാൽ ഇപ്പം രാത്രിയായെന്നുള്ള രീതിയിൽ ഉരുണ്ടുകൂടി ദൈവത്തിൽ കാർമേഘം എല്ലാം കൂടെ ഭയങ്കര യാത്രയാ. ഫ്ലൈറ്റ് ഓടുന്നവർ ഇവരെല്ലാം കൂടെ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ഉരുണ്ടുകൂടിയിരിക്കും. സ്തോത്രം. പ്രായമുള്ള അപ്പന്മാർ വീട്ടിലുണ്ട്, അന്നേരം പറയും ഒരു കാറ്റ് വരണേ. കാറ്റ് വന്നാൽ ഈ വന്നവനെ വന്ന പോലെ കൊണ്ടുപോകും. പ്രൈസ് ഗോഡ്. ശ്രദ്ധിക്കണം, നിന്റെ ജീവിതത്തിൽ ഉരുണ്ടുകൂടി കിടക്കുന്ന സകല ഇരുട്ടിനെ ഇന്ന് രാത്രി ഓടിക്കാൻ കഴിയുന്ന ഒരു കാറ്റുണ്ട്. പ്രൈസ് ഗോഡ്. എനിക്കറിയാം, ഈ സന്ദേശം കൊണ്ട് ചിലരുടെ ലൈഫിലൊരു തെളിച്ചമുണ്ടാകാൻ പോവാ. ഈ ദൂത് അവസാനിക്കും മുമ്പ് ഞാൻ പ്രവചിച്ചു പറയാം, പിശാചി നിന്റെ മേൽ അടിച്ച മുദ്ര മാറാൻ പോവാ. ചിലരുടെ മനസ്സിലൊരു ചിന്ത കിടപ്പുണ്ട്, ഞാൻ ജനിച്ചത് കൊച്ചു വീട്ടിലാണ്, എന്റെ അപ്പനൊരു കൂലിപ്പണിക്കാരനാണ്, എന്റെ അമ്മ ഒരു കൂലിപ്പണിക്കാരിയാണ്, അതുകൊണ്ട് എനിക്കും എത്ര വളർന്നാലും ഒരു കൂലിപ്പണിക്കാരനാകാനേ കഴിയത്തുള്ളൂ. നോ, നിന്റെ ആ മുഖമുദ്ര പൊട്ടിയ പറ്റൂ. നിനക്ക് ദൈവം ഒരു ശുഭഭാവി വെച്ചിട്ടുണ്ട്. അത് മനുഷ്യർ കണ്ടിട്ടില്ല, അതൊരു വ്യക്തികൾ കണ്ടിട്ടില്ല. എത്ര പേർക്ക് ആ ദൂത് റിസീവ് ചെയ്യാൻ പറ്റും? നീ ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഈ ദൂതിനെ ഉൾക്കൊള്ളാൻ തയ്യാറായാൽ നിന്റെ മറഞ്ഞു കിടക്കുന്ന ഭാവി യേശു തെളിച്ചോണ്ട് വരും. ബ്രദർ, ഇന്ന് നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുപോലല്ല തിരിച്ചു ചെല്ലുമ്പോൾ നിന്റെ വീടിന്റെ അന്തരീക്ഷം മാറാൻ പോകുക. എന്താ കാര്യം? ദൈവം തമ്പുരാൻ നിനക്കൊരു ശുഭഭാവി. നിന്റെ മനസ്സിൽ നിന്ന് ഭീതികൾ വിട്ടുപോകണം. നിന്റെ മനസ്സിൽ നിന്ന് പരാജയങ്ങൾ, നീ തന്നെ ചിലപ്പോൾ പറയാറുണ്ട് ശരിയാകത്തില്ല. ബ്രദറെ, എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, ശരിയാകത്തില്ല.
കാരണം ഇതുവരെ ശരിയായിട്ടില്ല. പക്ഷെ കർത്താവ് പറയുന്നു ശരിയാകും. പക്ഷെ ഒറ്റ കാര്യം, നീ പ്രത്യാശിക്കണം, നിനക്കൊരു ശുഭഭാവി ഉണ്ടാകുമെന്ന്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് വേണം പ്രത്യാശിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ പ്രത്യാശിക്കണം, നിങ്ങൾക്ക് കർത്താവ് ഒരു ശുഭഭാവി വെച്ചിട്ടുണ്ട്. വായിച്ച വാക്യം 29 അധ്യായം 11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. ആര് നിരൂപിക്കുന്നു? ദൈവം നിന്നെ കുറിച്ച് നിരൂപിക്കുന്നു. നിന്റെ ചുറ്റുപാടുകൾ നിന്നെ കുറിച്ച് അപവാദം പറയുമ്പോൾ, നിന്റെ ദേശം നിന്നെ നിന്ദിക്കുമ്പോൾ, ദൈവം നിന്നെ കുറിച്ച് നിരൂപിക്കുക. എന്തിനാ? നിനക്കൊരു ശുഭഭാവി വെളിപ്പെടുത്താൻ. അടുത്ത ശ്രദ്ധിച്ചേ. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ളൂ. ദൈവം പറയുന്നു ആ നിരൂപണം തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കാ. വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീ പറഞ്ഞാട്ട്. ബ്രദർ, ഇത് തിന്മയ്ക്കല്ല, ഈ രോഗം തിന്മയ്ക്കല്ല, ഈ കടം തിന്മയ്ക്കല്ല, ഈ തകർച്ച തിന്മയ്ക്കല്ല, ഈ അപവാദം തിന്മയ്ക്കല്ല, ഈ അപവാദം നന്മയ്ക്കാണ്. ഈ ഞെരുക്കം വന്നത് തിന്മയ്ക്കല്ല, ഈ ഞെരുക്കം വന്നത് നന്മയ്ക്കാ. തിരിച്ചറിഞ്ഞ്, ഞാനൊരു ബിസിനസ്സുകാരന്റെ മകനായിട്ട് ജനിച്ചു വളർന്നതാണ്. ഇന്നൊരു ബിസിനസ്സുകാരന്റെ മകൻ മുഴുവൻ ചരിത്രം പഠിച്ചാൽ അവൻ ബിസിനസ്സുകാരനായിരിക്കും, അല്ലെ അവനൊരു ജോലിക്കാരനായിരിക്കും. ഒരു ബിസിനസ്സുകാരനായ ഒരു പഞ്ചായത്തിനകത്ത് 500 പേർ മാത്രം അറിയുന്ന ഒരു ബിസിനസ്സുകാരനായി ഞാൻ ഇന്ന് വരുന്നേനെ. പക്ഷേ ദൈവം എനിക്കൊരു ശുഭഭാവി വെച്ചു. ആ ഭാവി കർത്താവിന്റെ ശുശ്രൂഷയായിരുന്നു. ബ്രദർ, ഒരു സന്ദേശം വിളിച്ചു പറയാം നിന്നോട്. നിന്റെ ജീവിതത്തിൽ കിടക്കുന്ന എല്ലാ നിരാശകളും ഇന്ന് നീങ്ങിയേ പറ്റൂ. നീ ഇതുവരെ കാണാത്തത് കർത്താവ് നിനക്ക് ഒരുക്കി വെച്ചിരിക്കുകയാ. നീ പറഞ്ഞോണ്ട് പോകാവോ, എനിക്കൊരു ശുഭഭാവി ദൈവം വെച്ചിട്ടുണ്ട്, അതിനെ ആർക്കും അപഹരിക്കാൻ കഴിയത്തില്ല. വേഗത്തിൽ വായിക്കാം. ഹോശയ്യാവിന്റെ പ്രവചനം, ഹോശയ്യ പ്രവചനം 2 അധ്യായം 14-15 വാക്യങ്ങൾ. ഹോശയ്യ ചാപ്റ്റർ 2 വേഴ്സ് 14-15 വായിക്കാം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വരയും കൊടുക്കും. ആഖോർ താഴ്വരയും ഞാൻ അവൾക്ക് കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ എന്ന പോലെയും അവൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ടു വന്ന നാളിൽ എന്ന പോലെയും വിധേയയാകും. ബൈബിൾ പറയുന്നു, ഞാൻ അവൾക്ക് പ്രത്യാശയുടെ താഴ്വരയായ ആഖോർ താഴ്വര കൊടുക്കും. ചേർന്ന് രാമീം പറഞ്ഞാട്ട്. ബ്രദർ, നിനക്ക് ദൈവം ചിലത് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ബൈബിൾ പറയാ, ഹോശയ്യ പ്രവാചകന്റെ ചരിത്രം പഠിച്ചാൽ പ്രവാചകനായ ഹോശയ്യാവിനോട് ദൈവം പറയുന്നു, നടപ്പിൽ ദോഷമുള്ള, പ്രവൃത്തിയിൽ ദോഷമുള്ള ഒരു പെണ്ണിനെ നീ പോയി കല്യാണം കഴിക്കണം. അവൾ അങ്ങനെ പോയി പെണ്ണിനെ കല്യാണം കഴിച്ചു. അവിടെ പഴയ ചരിത്രം പഠിച്ചാൽ അവൾ പാപത്തിൽ ജീവിച്ചവളാണ്, ശാപത്തിൽ വേശ്യാവൃത്തിയിൽ ജീവിച്ചവളാണ്. വചനം പറയുന്ന കേട്ട് അവൾക്ക് ധാരാളം തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. പലരും അവൾക്ക് കാഴ്ചവെച്ചു. ആ തോട്ടങ്ങളെ എല്ലാം ബൈബിൾ പറയുന്നത്, ഹോശയ്യ പ്രവചിക്കുന്നു, ഞാൻ ആ തോട്ടങ്ങളെ, ആ മുന്തിരി തോട്ടങ്ങളെ കാടാക്കി മാറ്റുവന്ന. അതിന് 2 വാക്യം മേളി വായിച്ചു നോക്കി. ഹോശയ്യ പ്രവചനം 2 അധ്യായത്തിന്റെ 10 മുതൽ 11 മുതലുള്ള വാക്യങ്ങൾ പ്ലീസ്. ഇപ്പോൾ ഞാൻ അവളുടെ ജാരന്മാർ കാണുകെ അവളുടെ നാണിടത്തെ അനാവൃതമാക്കും. ആരും അവളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുകയില്ല. ഞാൻ അവളുടെ സകല സന്തോഷവും ഉത്സവങ്ങളും അമാവാസികളും ശബത്തുകളും അവളുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതെയാകും. അടുത്തത്, ഇതെന്റെ ജാരന്മാർ എനിക്ക് തന്ന സമ്മാനങ്ങൾ. അവൾ പറയുന്നു, ഇതെന്റെ ജാരന്മാർ എനിക്ക് തന്ന സമ്മാനമാണ് എന്നവൾ പറഞ്ഞ മുന്തിരിവള്ളികളെയും അത്തിവൃക്ഷങ്ങളെയും ഞാൻ നശിപ്പിച്ച് കാടാക്കും. കാട്ടുമൃഗങ്ങൾ അവയെ തിന്നുകളയും. അവൾ ബാലവിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കുറുക്കും ആഭരണങ്ങളും തന്നെ അലങ്കരിച്ച് തന്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നുകളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് അവൾ ജീവിതത്തിൽ ചെയ്ത കൂട്ടിയ പാപത്തിനകത്ത് നമുക്ക് കിട്ടിയ പ്രതിഫലം ധാരാളം തോട്ടങ്ങളാണ്. ദൈവം പറയുന്നു, ദൈവം അതിനെ കാടാക്കി മാറ്റും. എന്നിട്ട് അവളോട്, നിന്നെ ഞാൻ വശീകരിക്കും, മരുഭൂമിയിലേക്ക് കൊണ്ടുപോകും, ഹൃദ്യമായി സംസാരിക്കും. എന്നിട്ട് പറയാ, ഞാൻ നിനക്ക് മുന്തിരിത്തോട്ടങ്ങളും പ്രത്യാശയുടെ വാതിലായ ആഖോർ താഴ്വരയും ഞാൻ അവൾക്ക് തരാൻ പോകുകയാ. യോശുവയുടെ പുസ്തകം പഠിച്ചാൽ ആഖോർ താഴ്വര ശാപത്തിന്റെ താഴ്വരയാണ്. കാരണം ദൈവത്തിന് സ്തോത്രം, ബൈബിൾ പറയുന്നു, ഒരുവൻ ശപിക്കപ്പെട്ടു നിൽക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, അവൻ എടുക്കരുതെന്ന് ദൈവം വിലക്കിയത് അവൻ എടുക്കുന്നു, അവൻ കുഴിച്ചിടുന്നു, അവൻ പിടിക്കപ്പെടുന്നു. യോശുവ 7:26 പഠിക്കുമ്പോൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ
മതി. അവിടെ എഴുതിയിട്ടുണ്ട്, ജനം കല്ലെറിഞ്ഞ് അവനെ കൊന്നു. അതിനവർ ആഖോർ താഴ്വര എന്ന് പേരിട്ടു. പക്ഷേ പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിൽ ശാപത്തിന്റെ കീഴിൽ കല്ലെറിഞ്ഞ് കൊന്ന് ശാപമെന്ന് പറഞ്ഞ് തള്ളിയ ആഖോർ താഴ്വര ഹോശയ്യ പ്രവചിക്കുക, അത് ദൈവം പ്രത്യാശയുടെ താഴ്വരയാക്കാൻ പോവാ. ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. ബ്രദർ, നിന്റെ അപ്പന്മാരുടെ കാലത്ത് ശാപമെന്ന് പറഞ്ഞത് നിനക്ക് അനുഗ്രഹത്തിന്റെ താഴ്വരയായി മാറാൻ പോകുകയാ, പ്രത്യാശയുടെ താഴ്വരയായി മാറാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. ഒരിക്കലും ഒരു റിസൾട്ട് വരത്തില്ലെന്ന് പറഞ്ഞിടത്തുനിന്ന് ഒരു പ്രത്യാശയുടെ താഴ്വര എന്റെ ദൈവം ഉയർത്തിക്കൊണ്ടുവരാൻ പോകുകയാ. നമുക്ക് വായിക്കാം വേഗത്തിൽ ഒരു വാക്യം കൂടെ. 25-ാം സങ്കീർത്തനം അതിന്റെ 5-ാമത്തെ വാക്യം. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നു. നീ എന്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവൻ ഞാൻ നിങ്ങൾ പ്രത്യാശ വെക്കുന്നു. ചില ചോദിക്കും, ബ്രദറെ എത്ര നേരം പ്രത്യാശ വെക്കണം? രാവിലെ വെക്കാം, ഉച്ചയ്ക്ക് വെക്കാം, വൈകിട്ട് വെക്കാം. അല്ല, ബൈബിൾ പറയുന്നു ദിവസം മുഴുവൻ 24 hours നിന്റെ പ്രത്യാശ ക്രിസ്തുവിലായിരിക്കണം. ചേർന്ന് ആമീൻ പറഞ്ഞാട്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ബ്രദർ, ക്രിസ്തുവിൽ പ്രത്യാശയുള്ളവന് നിരാശ ഇല്ല. ആമേൻ, ആമേൻ, ആമേൻ. 10 ലക്ഷം കടം ഉണ്ടെങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് നടക്കും. അതിന്റെ കാരണം അവനിൽ നിരാശ ഇല്ല. ആമേൻ, ആമേൻ. നെഞ്ചിട്ട് ഒരു നെഞ്ചിടിപ്പുണ്ടായി, അയ്യോ വലിയ രോഗമാണ്, ഒരു ഹാർട്ടിനൊരു പ്രശ്നം ഉണ്ടായി, അയ്യോ ഇപ്പൊ എല്ലാം തകർന്നു പോയി എന്ന് പറയുവല്ല, അവൻ ചിരിച്ചുകൊണ്ട് നടക്കും. എന്താ കാര്യം? അവന് പ്രത്യാശയുണ്ട്, ഇതിൽ നിന്ന് അവൻ പുറത്തു വരും. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. വചനം പറയുക, ഇന്ന് ദൈവം ചിലതിൽ നിന്നൊക്കെ നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകുകയാ. നീ ദിവസം മുഴുവൻ ദൈവത്തിൽ പ്രത്യാശ വെക്കണം. അടുത്തൊരു വാക്യം കൂടെ ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. 37-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യം വേഗത്തിൽ. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കാം. യഹോവയുടെ മുൻപ് മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കാം. അടുത്തത്, കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ആരൊക്കെ നിനക്കെതിരെ എന്തൊക്കെ പറഞ്ഞു കൂട്ടിയാലും നീ മുഷിയരുത്. കാരണം നീ ദൈവത്തിന്മേൽ മിണ്ടാതിരുന്ന് പ്രത്യാശിക്ക്. അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ. ബൈബിൾ പറഞ്ഞ ശ്രദ്ധിച്ചിട്ടെ, നമ്മളെ പ്രത്യാശയുള്ളവരാക്കി മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അടുത്തിരിക്കുന്ന കൈയെടുത്ത് പറ, വലിയ പ്രത്യാശയുള്ളവരായിരിക്കണം എന്ന് പറ. രക്തത്താൽ ഒരു ചെറിയ പ്രശ്നം വന്നാൽ നീ തളർന്ന് വീഴരുത്, മറിച്ച് വചനം പറയുന്നു പ്രത്യാശയുള്ളവരായിരിക്കണം. കരഞ്ഞോണ്ട യോഗത്തിന് വന്നെങ്കിൽ ചിരിച്ചോണ്ടിറങ്ങി പോകണം. ഭയപ്പെട്ട യോഗത്തിന് വന്നെങ്കിൽ ആരാധിച്ചിറങ്ങി പോകണം. എന്താ കാര്യം? കർത്താവ് നിനക്ക് ജയം തരുവാൻ പോകുകയാ. അവിടെ എഴുതിയിരിക്കുക 2-ാമത്തെ ഭാഗത്ത്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പ്രത്യാശയുടെ സമൃദ്ധിയിലേക്ക് അവൻ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ചേർന്ന് ആമേൻ പറഞ്ഞാട്ട്. ദൈവം പറയുന്നു, നിന്നെ സമൃദ്ധിയിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ബ്രദർ, നീ കിടക്കുന്നത് ശൂന്യതയിലാണെങ്കിൽ വചനം പറയുന്നു ദൈവ വചനത്തിന്റെ സമൃദ്ധിയിലേക്ക് കർത്താവ് നിന്നെ കൊണ്ടുവരാൻ പോവാ. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇന്നൊരു സമൃദ്ധിയിലേക്ക് വരണമെന്ന്? ഞാൻ ഈ ദൂത് തീരുന്നതിന് മുമ്പ് പറയാം, നിന്റെ ആരോഗ്യത്തിലൊരു സമൃദ്ധി വ്യാപരിക്കും, നിന്റെ ഫൈനാൻസിൽ ഒരു സമൃദ്ധി വ്യാപരിക്കും, നിന്റെ സ്പിരിച്വൽ ലൈഫിലൊരു സമൃദ്ധി വ്യാപരിക്കും. ഇന്ന് ഇതുവരെ കാണാത്തൊരു സമൃദ്ധി എന്റെ ദൈവം തരുവാൻ പോകുകയാ. നമ്മി പലരും അനുഭവിക്കേണ്ടത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താ കാര്യം? നാം സമൃദ്ധിയിലേക്ക് വരുന്നത് പിശാചിന് ഒട്ടും ഇഷ്ടമല്ല. ആമേൻ. നമ്മൾ എപ്പോഴും ടെൻഷൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാത്താന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കർത്താവിന്റെ ഇഷ്ടം നാം ദൈവം തന്ന സമൃദ്ധിയിലേക്ക് ഓടി വരണമെന്ന്. എത്ര പേർക്ക് താല്പര്യമുണ്ടെന്ന് ഒരു സമൃദ്ധിയിലേക്ക് വരണമെന്ന്? ഈ സമൃദ്ധി എന്ന പദത്തിലേക്ക് വരുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു, പല ശാപങ്ങളും നിന്റെ കുടുംബത്തിൽ നിന്ന് ഉടഞ്ഞു മാറും. നീ കൈ തൊട്ടടമൊക്കെ ഇന്നലകളിൽ മുടിഞ്ഞെങ്കിൽ ഇന്നുകളിൽ നിന്റെ വീടിനകത്തൊരു സമൃദ്ധി കർത്താവ് തരാൻ പോകുകയാ. നിന്റെ അയൽവക്കക്കാർക്ക് അസൂയ തോന്നത്തക്കവണ്ണം ഒരു സമൃദ്ധി ദൈവം നിനക്ക് തരാൻ പോവുക. നീ പോകുവല്ല, നിന്നെ ഒരു കൈ ഉന്തി തള്ളി ആ സമൃദ്ധിയിലേക്ക് കയറ്റാൻ പോവുക. അത് ആത്മാവിൽ കണ്ടു തുടങ്ങുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുക. വചനം ഒരു സമൃദ്ധി വെച്ചിട്ടുണ്ട്. കരഞ്ഞോണ്ടല്ല കർത്താവിന് കൊടുക്കേണ്ടത്, സമൃദ്ധിയിൽ നിന്ന് കൊടുക്കണം. ഒരാമയും വരുന്നില്ല, ഒരാമയും വരുന്നില്ല. കർത്താവിന് വല്ലതും കൊടുത്താൽ സമൃദ്ധിയിൽ നിന്ന് കൊടുക്കണം. ദൈവത്തിന് എന്തു പങ്കിട്ടാലും അത് സമൃദ്ധിയിൽ നിന്ന് പങ്കിടണം. എത്ര പേർക്ക് വേണം ഈ സമൃദ്ധി? നമുക്ക് സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 6-ാം സങ്കീർത്തനം അതിന്റെ 10-11 വാക്യങ്ങൾ വായിക്കാം. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. ദൈവമേ, നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു.
വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചു. ഞങ്ങളുടെ മുതുകത്തൊരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങളുടെ സൈഡിൽ കൂടെ അല്ല, ഞങ്ങളുടെ തലയിൽ കൂടെ മനുഷ്യര് കയറി ഓടി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. ഞങ്ങൾ തീക്കകത്തും വെള്ളത്തിൽ കൂടെ കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. എങ്കിലും നീ ഞങ്ങളെ കൈവിട്ടില്ല. നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. കർത്താവേ, ഇത്രയും നാള് ഞാൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയിട്ട് എന്താ കർത്താവേ, ചിലരൊക്കെ എന്റെ തലേ കൂടെ കയറി ഹൈ ജമ്പ് ചാടുന്നുണ്ടല്ലോ കർത്താവേ. കർത്താവ് മിണ്ടാതിരുന്നതാ കുഞ്ഞെ. കാര്യം നിന്നെ ഒരു സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ പോവാന്ന് എന്റെ കർത്താവിനറിയാം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അവൻ നിന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുക. നിനക്ക് പരാജയം വരുത്താനല്ല, നിനക്കൊരു സമൃദ്ധി തരാൻ. വചനം പറയുന്നു, ദാവീദിനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ നിന്നെയും കർത്താവ് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരും. സങ്കീർത്തനക്കാരനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിന്നെയും ദൈവത്തിന് സമൃദ്ധിയിൽ കൊണ്ടുവരാൻ കഴിയും. ബ്രദർ, നീ പ്രതീക്ഷിക്കാത്തൊരു സമൃദ്ധി 2012 ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ജനുവരി മാസം 4-5 ദിവസം കഴിയുമ്പോൾ തീരും. ഫെബ്രുവരി മാസം തുടങ്ങുക. പക്ഷെ ഫെബ്രുവരി മാസത്തിലല്ല നീ കയറുന്നത്, ദൈവത്തിന്റെ സമൃദ്ധിയിലേക്കാ. ഓ, നിനക്ക് വർണ്ണിക്കാൻ കഴിയാത്തൊരു സമൃദ്ധി എന്റെ ദൈവം ഒരുക്കി വെച്ചിരിക്കുകയാ. അത് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയോ? ദൈവാത്മാവിനെ കണ്ടു തുടങ്ങുന്നവർക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുക. ഇതുവരെ നിന്റെ ലൈഫിൽ കണ്ടിട്ടില്ലാത്തൊരു സമൃദ്ധിയിലേക്ക് എന്റെ ദൈവം കൊണ്ടുവരിക. ഒരു കാര്യം ഓർക്കണം, നീ സമൃദ്ധിയിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ തടയുന്ന ശക്തികളുണ്ട്. അതിനെ നമ്മൾ ഇന്ന് ഓവർകം ചെയ്തിരിക്കും. ചേർന്ന് രാമീൻ പറഞ്ഞാട്ട്. 2012 ഡിസംബറിൽ അല്ല സമൃദ്ധി, 2012 ജനുവരി തന്നെ ഉണ്ട്. അത് നിന്റെ വാതിക്കൽ നിൽക്കുകയാ. നീ അതിനെ കൈയെത്തി പിടിക്കണം. അതിന് നീ തയ്യാറാകണം. അപ്പോൾ മാത്രമേ ദൈവത്തിന്റെ അത്ഭുതം നിനക്ക് കാണാൻ കഴിയത്തുള്ളൂ. നീ ഒരു സാധാരണ വ്യക്തിയാകാനിരിക്കുന്നോ അതോ ദൈവത്തിന്റെ കയ്യിൽ ഉപകരണമാകാൻ ആഗ്രഹിക്കുന്നോ? ഒരു ചോദ്യം, നീ ഒരു സാധാരണ വ്യക്തിയാണോ അതോ ദൈവത്തിന്റെ കയ്യിൽ ഉപകരണമാകാൻ ആഗ്രഹിക്കുന്നോ? ഒരു പാസ്റ്റർ, ഷാജി പാസ്റ്റർ, നിങ്ങൾ പാസ്റ്റർ സാധാരണ പാസ്റ്റർ ആണെങ്കിൽ എപ്പോഴും അദ്ദേഹം ഒരു സാധാരണ പാസ്റ്റർ ആയിരിക്കും. പക്ഷേ ദൈവകരങ്ങളിൽ ഒരു ഉപകരണമായി മാറിയാൽ അദ്ദേഹം മറ്റൊരു വ്യക്തിയായി മാറും. വചനം പറയുന്നു, ദൈവത്തിന്റെ നന്മയിലേക്ക് നീ വന്നേ പറ്റൂ. ആരുടെയോ ശരീരത്തിൽ നിന്ന് മുഴകൾ അപ്രത്യക്ഷമാകുന്നു, തൊണ്ടയിൽ നിന്ന് മുഴ അപ്രത്യക്ഷമാകുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ അത്ഭുത വിടുതൽ. 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. 2 Corinthians chapter 8 verse 2. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും. ബൈബിൾ പറയുന്നു അവരുടെ സന്തോഷ സമൃദ്ധി. ബൈബിൾ പറയുന്ന ശ്രദ്ധിച്ച്, നിനക്ക് സന്തോഷത്തിന്റെ ഒരു സമൃദ്ധി ഉണ്ടാകാൻ പോവാ. ചിലര് പറയുന്ന, ബ്രദറെ ഒന്ന് സന്തോഷിക്കാൻ പോലും ഇല്ലാതിരിക്കുമ്പോഴാണോ സന്തോഷത്തിന്റെ സമൃദ്ധി തരാൻ പോകുന്നത്? അതേ ബ്രദർ, കർത്താവ് പറയുന്നത് നിനക്ക് സന്തോഷത്തിന്റെ സമൃദ്ധി എന്റെ കർത്താവ് തരാൻ പോവാ. ദൈവം തമ്പുരാൻ തന്നാൽ അറിഞ്ഞു തരുന്ന കർത്താവാ. ചേർന്നൊരാമീൻ പറഞ്ഞാട്ട്. ബ്രദർ, ദൈവം നിന്നെ സമൃദ്ധിയിലേക്ക്, ബൈബിൾ പറയുന്നു സന്തോഷത്തിന്റെ സമൃദ്ധി. നീ സന്തോഷിക്കുക മാത്രമല്ല, സന്തോഷത്തിന്റെ സമൃദ്ധി അനുഭവിക്കാൻ പോകുകയാ. പ്രൈസ് ഗോഡ്. ആ സമൃദ്ധി എത്ര പേർക്ക് വേണം? അതിനെ എത്ര പേർക്ക് വേണം? നിന്റെ വീടിനകത്ത് കരച്ചിലും പല്ലുകടിയും അല്ല, സന്തോഷത്തിന്റെ സമൃദ്ധി. അത്ഭുതങ്ങളുടെ കർത്താവാണ്. പറയുന്നതല്ല, ഇത് അത്ഭുത സാക്ഷ്യമാണ്.
3 മാസം കൊണ്ട് ഈ കൈ പൊക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈ കൈ പൊങ്ങുവോ? നിങ്ങളോടാ ചോദ്യം. ഒരു നല്ല ഉന്മേഷത്തോടൊന്ന് പറയുന്നേ. നിങ്ങളുടെ ഉറപ്പ് ഈ കൈ ഇന്ന് പൊങ്ങാൻ പോവാ രക്തത്താൽ. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ. അമ്മച്ചി നോക്കി, കൈ പൊങ്ങുക മാത്രമല്ല, ചെരുപ്പ് നൂരിയിട്ടാട്ട് നടക്കാനോടൊരു ബലം തരാൻ പോവാ കാലിന്. ജീസസ് ഔട്ട് സ്പീക്കോഡി. യേശുവിന്റെ നാമത്തിൽ ഈ കൈമേൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇവരെ തളർവാതെ രോഗിയാ. ജീസസ്. ആൻറ്റി ധൈര്യമായിട്ട് കൈ ഒന്ന് പൊക്കിക്ക്. നന്നായി പൊക്കി പിടിച്ചേ. എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നേരത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നോ? ആയിരുന്നു. എത്ര നാൾ കൊണ്ടുണ്ട്? 2-3 മാസമായി. അവള് കൈയൊന്ന് പൊക്കി പിടിച്ചേ. 3 മാസമായി പൊങ്ങാത്ത കയ്യെ കർത്താവ് ഇവിടെ പൊക്കുകയാ. കർത്താവ് ഭയങ്കര അത്ഭുതം ചെയ്യുന്ന ദൈവമാ. ജനത്തിനിടയിരുന്ന ഈ ആന്റിക്ക് കൈക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് യേശുവിന് അറിയായിരുന്നു. നിന്റെ അവസ്ഥ യേശു കണ്ടുകൊണ്ടിരിക്കുക. നോക്കി, ഈ നടക്കുമ്പോൾ കാലിലൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. കർത്താവേ, ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നാണ് രക്തം. ധൈര്യമായിട്ടും നടന്നേ. വേദനയുണ്ടോന്നറിയാൻ. വേദനയുണ്ടോ? ഉറക്കെ ഇല്ല. എത്ര വർഷം കൊണ്ട് വേദന ഉണ്ടായിരുന്നു? 4 മാസമേ ആയുള്ളൂ. 4 മാസമായിട്ട് വേദനയായിരുന്നു. ഇവിടെ വേദനയോടാ വന്നേ. ഇപ്പൊ നടക്കുമ്പോ ഒരു കുഴപ്പമില്ല. ഈ സിസ്റ്റർ ശ്രദ്ധിച്ചേ. സിസ്റ്റർ, എത്ര വർഷം കൊണ്ട് തൈറോയിഡിന്റെ മുഴ ഉണ്ടായിരുന്നു തൊണ്ടയിൽ? 5-6 മാസമായി. 6 മാസമായി തൈറോയിഡിന്റെ മുഴ തൊണ്ടയിലുണ്ടായിരുന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോഴോ എന്തോ ഇവിടെ ഒരു വരുന്ന പോലെ എനിക്ക് അനുഭവപ്പെട്ട മുഴ മാറി. 6 മാസമായി തൊണ്ടയിലെ മുഴ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തി. കർത്താവ് ഭയങ്കരമായി തൊടുകയാ. ഇത് വിജയത്തിന്റെ ദിവസമാത്രേ. ഈ ആന്റി 2 ഇയർഫോണിന്റെ സഹായത്തിലാണ് നടക്കുന്നത്. ദൂരെ നിന്ന് ഉള്ള ഒരു സൗണ്ടും കേൾക്കത്തില്ല. ആന്റി ഇത് കൈ പിടിച്ച് കേൾക്കാമോ? കേൾക്കാം. ആന്റിയുടെ പുറകിൽ ബസ് ഓൺ അടിച്ചാൽ കേൾക്കത്തില്ല. ഉറക്കെ പറഞ്ഞേ. കേൾക്കത്തില്ല. ബസ് ഓൺ അടിച്ചാൽ കേൾക്കത്തില്ല. പക്ഷേ കേൾക്കാം. ബസ് കീഴെ വന്ന ഓൺ അടിച്ചാൽ കേൾക്കത്തില്ല. 2 ഇയർഫോണിന്റെ സാന്നിധ്യത്തിലാ ജീവിച്ച്. കർത്താവ് നോക്കിക്കേ, ആ കാതിനെ കേസ് തുറക്കുകയാ. ഞാൻ പ്രസംഗിക്കുന്ന യേശു അത്ഭുത മന്ത്രിയാ. കുടുംബത്തിൽ ഈ അമ്മച്ചിയുടെ ദിവസമായിന്ന്. ഇതൊരു വിടുതലിന്റെ ദിവസമാണ്. ജനിച്ചപ്പോ മുതൽ ഈ കുഞ്ഞിന്റെ മൂക്കിനകത്ത് ദശ വളർന്നു നിൽക്കുക. ശ്വാസം എടുക്കാൻ ഒക്കത്തില്ല. മോനെ, ശ്വാസം എടുത്ത ഇപ്പോ ബുദ്ധിമുട്ടുണ്ടോ? ഉറക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. കരമടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ജന്മനാ മൂക്കിൽ ശ്വസിക്കാൻ കഴിയാതെ ദശ വളർന്നതിനെ യേശു തൊട്ട് സുഖപ്പെടുത്തുകയാ. ദൈവം തരുന്ന സമൃദ്ധിയെ കുറിച്ച് ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് നിങ്ങൾ വിശ്വസിക്കട്ടെ. ഈ സമൃദ്ധി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥന ആവശ്യമാണ്. കണ്ണുകളെ അടയ്ക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഒരു സമൃദ്ധി അനുഭവിക്കാൻ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ കയ്യിലേൽപ്പിക്കുന്നു. കർത്താവിന്റെ കരം ഇപ്പോൾ അവരുടെ മേൽ വരണമേ. വചനം പറയുന്നൊരു സമൃദ്ധി അവരുടെ മേൽ വരട്ടെ. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഏതൊക്കെയോ കുടുംബങ്ങളിൽ ശാപങ്ങൾ ഒഴിയുന്നു. ഒരു നന്മ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ സമൃദ്ധി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് ഞാൻ കാണുന്നു. കർത്താവെ, അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ കതറുടുപ്പിട്ടുകൊണ്ട് ഈ വചനം ശ്രവിക്കുന്ന ഒരാളെ കാണുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിലൊരു വലിയ സമൃദ്ധി വരാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ കാണാത്തൊരു സമൃദ്ധി വെളിപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം പറയുന്ന സമൃദ്ധി ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇവിടെ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ശനിയും ഞായറും കോട്ടയം കോടിമാത പാലത്തിന്റെ അടുക്കലുള്ള ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിലേക്ക് വരിക. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാം. യേശു നിങ്ങളെ
വിടുവിക്കുക തന്നെ ചെയ്യും. ഞങ്ങളൊരു ആവശ്യവുമായിട്ടാണ് ഈ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ജീസസ് വോയിസിന് 1000 കൂടുന്ന ഒരു ആരാധന കോട്ടയത്തുണ്ട്. ഞങ്ങൾ എടുത്ത ഓഡിറ്റോറിയങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. ചർച്ചിന് സ്വന്തമായി കോട്ടയത്തിന്റെ ഹൃദയഭാഗത്ത് 78 സെന്റ് സ്ഥലം വാങ്ങുവാൻ പോകുകയാണ്. അതിന് ഞങ്ങൾ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞു. ഇനി ഒരു 50 ലക്ഷം രൂപ കൂടെ അതിനാവശ്യമായിരിക്കുക. യേശുവിന്റെ രാജ്യത്തിന്, യേശുവിനെ ആരാധിക്കുന്ന ആരാധനയ്ക്ക് ഇടമുണ്ടാകാൻ ഒരു 50 ലക്ഷം രൂപയുടെ ആവശ്യമാണ്. വചനം കേൾക്കുന്ന ശ്രോതാവേ, നിങ്ങളുടെ ദശാംശത്തിന്റെ ഭാഗമോ നിങ്ങൾക്ക് യേശുവിന്റെ രാജ്യത്തിന് എൻഡ് ചെയ്യാൻ കഴിയുമോ? താഴെ കാണുന്ന അക്കൗണ്ട് നമ്പറിൽ അല്ലെങ്കിൽ ഞങ്ങളെ ഡയറക്റ്റ് വിളിക്കുക. നിങ്ങളുടെ സംഭാവനകൾ, നിങ്ങളുടെ ദശാംശങ്ങൾ എത്തിക്കുക. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമുക്ക് കൊടുക്കാം, കൊടുത്ത് അനുഗ്രഹിക്കപ്പെടാം. കർത്താവിന്റെ രാജ്യം ഉയരട്ടെ. ലക്ഷക്കണക്കിന് ആൾക്കാർ കൂടുന്ന ഒരാരാധനയായി കർത്താവ് ഇതിനെ മാറ്റാൻ പോകുകയാണ്. അത് വെളിപ്പാടിൽ കണ്ടുകൊണ്ടാ ഞങ്ങൾ ഇതിന് ആരംഭം കുറിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം ഞാൻ ക്ഷണിക്കുന്നു. വേണ്ടതെല്ലാം കർത്താവ് നമുക്ക് തന്നില്ലേ? കർത്താവിന്റെ കാര്യം നമുക്ക് ഒന്നിച്ചു നോക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടെ കൊടുക്കുന്നവരെ കർത്താവ് സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ഒന്നിച്ച് കൂടിക്കാണും വരെ കർത്താവ് നിങ്ങളെ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.